പുറത്തുള്ളവര് പറയുന്ന സീനില്ല, ഓളെ ഫാമിലി പറയുമ്പോ ഭയങ്കര അങ്ങനെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ലേ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല അത്. അങ്ങോട്ട് എത്താൻ താല്പര്യമില്ല സത്യം പറഞ്ഞ. വേറെ ആര് പറഞ്ഞാലും പ്രശ്നമില്ല. അവര് പറയും ഭയങ്കര ഫീൽ നിനക്ക്. അവർക്കറിയാം എന്നെ എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഞാനൊന്നും എന്നിട്ട് വരെ ഓപ്പുറത്ത് പോയിനി എല്ലാം. ഞാൻ ആരടുത്തൊന്നും പറഞ്ഞില്ല, നെഗറ്റീവ് പറയാൻ നിന്നിട്ട, ഒന്നും പറയാൻ നിന്നിട്ട. എന്ത് തെറ്റുണ്ടാലും ഞാൻ മിണ്ടാണ്ടിരിക്കും. എല്ലാം എന്നെ ഇത് കൂട്ടിക്കൊടുത്ത് നീ അങ്ങനെ ആക്കി. ഇപ്പൊ ഏതെങ്കിലും ഒരു യഥാർത്ഥ വൈഫാണ് ഹസ്ബൻഡ്, ഏതൊരു ബോയ്സ് ആണെങ്കിലും ഒരു ബോയ്സ് ഒരു ഓനക്കൊരു ലവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈഫ് ആയിക്കോട്ടെ, എങ്ങനെയാണ് അവന്റെ വൈഫ് മറ്റൊരു ബോയ്സിനോട് അറ്റാച്ച്മെന്റ് കാണിക്കുമ്പോൾ എന്താ ദേഷ്യം വരും. ഏകദേശം പബ്ലിക് നമ്മൾ പറയും നമുക്ക് എത്ര ലൈക്കാന്നില്ല, അങ്ങനെ അവനോട് ഇതാക്കണ്ട, നമുക്ക് ആ ഒരു ഈഗോ ഉണ്ട്. ഐ മീൻ അങ്ങനെ അധികം ഒരു സംസാരിക്കുക ഫ്രണ്ട്സും ഒക്കെ. പക്ഷെ ഒരാളോട് പെട്ടെന്ന് ഓൺ അറ്റാച്ച്മെന്റ് കാണുമ്പോഴും ഭയങ്കര തെളിവായിട്ടുള്ള സംഭവം വരുമ്പോൾ ഡൗട്ട് ഉള്ള സാധനം കൊടുക്കില്ല. അങ്ങനെ കാണുമ്പോൾ എനിക്ക് നമ്മളുണ്ടല്ലോ എന്റെ ഫാമിലിയോട് ഒരു കാര്യമായിട്ടൊരു പണിട്ട. അതുകൊണ്ടാണ് ഇന്നും അവർ പറഞ്ഞത് നീ അന്നെന്ത് പറയുന്നത്, അന്ന് ഒഴിവാക്കാനില്ല, അന്ന് ഒഴിവാക്കാൻ എനിക്ക് ഇന്ന് ഈ പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഒഴിവാക്കണം മനസ്സിലായില്ല. എന്നിട്ട് ഓളെ ഫാമിലിക്കാരൻ നീ കാല് പിടിച്ചിട്ടുണ്ട്, ഇനി ഇതുണ്ടാവും ഓളെ ഫാമിലി അത്ര കണ്ടു, നീ പോല ഇതാക്കണ്ട. എന്നിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ ഇതാക്കിയില്ല. എന്നിട്ട് പിന്നെയും അവർ കോണ്ടാക്ട്സ് ഉണ്ട് എന്ന് പറയുമ്പോ ഭയങ്കര ഓർ വന്നായി അതിന് പിന്നാന്നുള്ള സംഭവം ഇങ്ങനെ ചെയ്യണം, അവിടെ വന്ന് മീറ്റ് ആക്കുന്ന. പക്ഷെ എന്നോട് എല്ലാം പറഞ്ഞിനി അന്ന് നല്ല വിഷമം ഉണ്ടായിനി, ഒരു സംസാരം ഉണ്ടായിന് അതിനെ പറ്റി. എന്നിട്ട് മാപ്പ് വന്ന് എനിക്ക് ഓക്കെ ആവാൻ കുറച്ച് ടൈം എടുത്തി. അതുവരെ ഞാൻ ആരുടെ മുണ്ടിയിട്ടില്ല, മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഓരോ തെറ്റ് കാണുമ്പോ സ്വാഭാവികമായിട്ട് ചോദിക്കണമല്ലോ. ഐ മീൻ എന്റെ മനസ്സാ സമയത്ത് ഏതൊരു ആണാണെങ്കിലും മനസ്സിലാവും. ഓനത്രയും ഏത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഒരു പാർട്ട്ണർ എന്തെങ്കിലും ഒരു തെറ്റ്, ഐ മീൻ വേറൊരാളെ നമ്മളെക്കാളും സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അവരെ ചോരയിൽ ഓടുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ റിഫ മെഹനാസിനെ അത്ര പെട്ടെന്നൊന്നും ആരും തന്നെ മറക്കാൻ സാധ്യതയില്ല. പ്രശസ്ത യൂട്യൂബറും അതുപോലെ തന്നെ സോഷ്യൽ ഇൻഫ്ലുവൻസുമായ റിഫയും അതുപോലെ തന്നെ മെഹനാസും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു. അവരുടെ എല്ലാ വിശേഷങ്ങളും അവർ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റിഫ ദുബായിലേക്ക് താമസം മാറ്റിയതിനു ശേഷമുണ്ടായ ചില സംഭവ വികാസങ്ങൾ അവസാനം റിഫയുടെ മരണത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. അതിനെതിരെ ഇപ്പോൾ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്കോ കേസ് അടക്കമുള്ളത് ഇപ്പോൾ മെഹനാസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മെഹനാസ് പുതിയ ഒരു വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത്. മെഹനാസ് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. മെഹനാസ് പറയുന്നുണ്ട്, ഏതൊരു ആണിനും അതുപോലെ തന്നെ ഏതൊരു പുരുഷനും തൻ്റെ ഭാര്യ മറ്റൊരു വ്യക്തിയുമായി കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത് അത്ര ലൈക്കാവില്ല എന്നാണ് മെഹനാസ് പറയുന്നത്. മെഹനാസ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അത്തരം ഒരു കാര്യങ്ങൾ താൻ തൻ്റെ കണ്ണോട് കാണുകയും എന്നാൽ അതൊന്നും താൻ കണ്ടില്ല എന്ന് നടിക്കുകയും പിന്നീടും അത് ആവർത്തിക്കുകയും ചെയ്തപ്പോൾ ആണ് ഞാൻ കുറച്ച് രൗഡായിട്ട് അവളോട് പെരുമാറിയത് എന്നാണ് മെഹനാസ് പറയുന്നത്. അതിൻ്റെ ഒരു അവസാനം എന്ന നിലയ്ക്കിലാണ് നമ്മുടെ റിഫ എന്ന് പറയുന്ന ആ പുത്രി ഈ ലോകത്തോട് തന്നെ വിട പറയാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തലിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത്. അപ്പോൾ മെഹനാസിനോട് സസൂക്ഷ്മം നമുക്ക് പറയാനുള്ളതെന്ന് പറയുന്നാൽ, ഇത്തരം ഒരു അനുഭവം മെഹനാസിന് ഉണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് മെഹനാസ് ഇത്രയും കാലം അത് മൂടി വെച്ചു? എന്തുകൊണ്ട് മെഹനാസ് അത്തരം ഒരു കാര്യം അന്ന് തന്നെ അവരുടെ മാതാപിതാക്കളെയോ അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളെയോ ഒന്നുമില്ലെങ്കിൽ അവരുടെ ജ്യേഷ്ഠനെയോ ആരെങ്കിലും ഒന്ന് അറിയിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നില്ലേ? അത്തരം ഒരു കാര്യത്തിലേക്കൊന്നും മെഹനാസ് കടക്കാതെ തൻ്റെ ഭാര്യയ്ക്ക് അങ്ങനത്തെ ഒരു ബന്ധമുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇപ്പോൾ പറയുന്നതിലെ സത്യം എന്ത് എന്ന് തീർച്ചയായിട്ടും ഒരു സംശയകരമായ ഒരു രീതിയിൽ മാത്രമേ ആൾക്കാർ അതിനെ വീക്ഷിക്കാൻ സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും മെഹനാസിൻ്റെ ചിലതരം പെരുമാറ്റങ്ങളാണ്
ഇത്തരം ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ തന്നെ കൊണ്ട് എത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. അതിനുശേഷം ഏകദേശം 2 വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ മെഹനാസ് മറ്റ് ഒരു സഫ എന്ന് പറയുന്ന ഒരു കുട്ടിയെ പ്രണയത്തിലാവുകയും അവരെ കല്യാണം കഴിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ആ കുട്ടിയെ ഈ റിഫ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവരുമായി പ്രണയത്തിലായിരുന്നു എന്ന് തരെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയ പ്രചരിച്ചിരുന്നു. എന്നാൽ അതിന് യാതൊരു അർത്ഥവുമില്ല എന്ന രീതിയിൽ സഫ തന്നെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാനൽ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ. സഫാൻ എങ്ങനെ പരിചയം? സഫാൻ എങ്ങനെ പരിചയം? എനിക്ക് ഏകദേശം ഒരു സ്റ്റോറി ഫുള്ള് പറയല്ലേ? സ്റ്റോറി വേറെ. എനിക്ക് സഫാനെ പരിചയം 1 ഇയറിന്റെ ഉള്ളിൽ പരിചയമുണ്ട്. പിന്നെ അങ്ങനെയാണ് പരിചയം. ഐ മീൻ ഞാൻ എറണാകുളത്ത് ഒരു വർക്കിന്റെ ആവശ്യത്തിന് പോയപ്പം കണ്ടുമുട്ടി അങ്ങനെ സംസാരിച്ച് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. മെഹനാസ് ഈ സഫ എന്ന് പറയുന്ന കുട്ടിയെ പരിചയപ്പെട്ടിട്ട് ഏകദേശം 1 വർഷം തികയുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും എറണാകുളത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ കുട്ടിയെ പരിചയപ്പെടുകയും അതിനുശേഷം പ്രണയത്തിലാവുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമായിരുന്നു ഇവരുടെയും വിവാഹം. തീർച്ചയായും രണ്ടാമത്തെ ഒരു പോസ്കോ കേസ് കൂടി വരും എന്ന ഒരു നില വന്നപ്പോൾ തന്നെ അല്ല, ഈ കുട്ടിക്ക് 21 വയസ്സായി എന്ന് അവരുടെ ചാനൽ തന്നെ ആ കുട്ടി റിവീൽ ചെയ്യുന്നതും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ കുട്ടിയും സഫ എന്ന് പറയുന്ന ഈ കുട്ടിയും 2ാമത്തെ കല്യാണമാണ്. 1ാമത്തെ കല്യാണം വേർപിരിഞ്ഞതിന് ശേഷമാണ് 2ാമത്തെ കല്യാണത്തിലേക്ക് ആ കുട്ടിയും കാലെടുത്ത് വെച്ചത്. തീർച്ചയായിട്ടും ഇത്തരം എല്ലാ പരാധീനകൾക്കും എല്ലാം ഈ കുട്ടിയും ഒരുപാട് സോഷ്യൽ ആക്രമണങ്ങൾക്കും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളുടെ പരിഹാസങ്ങൾക്കും എല്ലാം തന്നെ കഥാപാത്രമായി മാറിയിട്ടുണ്ട്. അതിനെതിരെയായി ആ കുട്ടി തന്നെ അവസാനമായി അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം അവൾ ഈ റിഫയെ അത്ര കണ്ട് ഞാനിപ്പോൾ വെറുക്കുന്നു, അതിന് കാരണം പ്രേക്ഷകരാണ് എന്ന രീതിയിൽ സഫ പറയുന്ന ഏതാനും ചില വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ അയാളെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ കാരണമാണല്ലോ ഞാൻ ഇത്ര അനുഭവിക്കണേന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ നാക്ക് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വെറുക്കുന്നുണ്ട്. എനിക്ക് ഒരു കണ്ണീച്ചോയെ തോന്നുള്ള വെറുക്കാൻ വേണ്ടിയിട്ട്. കബറി പോയ ആളാണ്, മരിച്ച ആളാണ്, ഈ ലോകത്തില്ല. എന്നിട്ട് പോലും ഞാൻ വെറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കാരണം. അത്രത് കണ്ണീച്ചോര വരെ പോയി നിങ്ങളുടെ ഓരോ വാക്കുകൾ കാരണം. ഒരു മനുഷ്യന് ഇങ്ങനൊന്നും ചേഞ്ച് ആക്കരുത്. അപ്പം നിങ്ങളുടെ നാക്കൊന്ന് അടക്കി വെക്ക്. ഇത്ര നാളും എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ട് പോലും ഞാൻ നോർമലി മാന്യമായിട്ട് തന്നെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യം മാന്യമായിട്ട് കൊടുത്ത്, പിന്നെ ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു അനുഭവം വരും, നിങ്ങൾ എന്തായാലും ഇടങ്ങേറാവും. കാരണം നിങ്ങളുടെ ആ ടൈപ്പിങ്ങിലെ ചെറിയ കമൻറ്റ് പോലും ഒരാളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്തായാലും നിങ്ങൾ അനുഭവിക്കണം. ആ പടച്ചോനൊന്നല്ല പറയാൻ, പക്ഷേ ഞാൻ ഒരു മനുഷ്യനാണ്, എനിക്കുണ്ട് ഫീലിങ്സ്. അപ്പം നിങ്ങൾ ഈ പറയണ വാക്ക് എനിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും അനുഭവിക്കും. പിന്നെ ഇത്രയും നാൾ ഞാൻ കമൻസിന് അങ്ങനെ ഒന്നും റിപ്ലൈ കൊടുത്തില്ല. ഇന്ന് ഞാനിപ്പോൾ റീലിൽ കമൻറ്റ് വന്നപ്പോൾ ഞാൻ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും തെറിയാണെങ്കിലും ഞാൻ നല്ല രീതിക്ക് തന്നെ തിരിച്ചും നല്ല തെറി വരും. പിന്നെ വീട്ടുകാരെ പറഞ്ഞ് തെറി വയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫാമിലിനെ പറയില്ല, എനിക്ക് കുറച്ച് മാന്യതുണ്ട്. കാരണം ആ ഉപ്പയൊന്നും അറിയില്ല നിങ്ങൾ ഇങ്ങനത്തെ പീപ്പിൾസ് ആണെന്ന്. സോ അവരെനിക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ കുട്ടി പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയായത് കൊണ്ട് മനസ്സ് നൊന്താണ് ആ കുട്ടി ആ വീഡിയോ വെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ സഫ എന്ന് പറയുന്ന കുട്ടി നിരപരാധിയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ അവരെ ആക്രമിക്കുന്നത് അത്ര ശരിയായ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ആ കാര്യത്തിൽ ആ കുട്ടിയുടെ പക്ഷത്ത് തന്നെയാണ്. അതുപോലെ തന്നെ മെഹനാസിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നും മെഹനാസ് അനുഭവിച്ച വേദന ഒരുപാട് വലുതാണ് എന്നും മെഹനാസ് തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ തനിക്ക് എന്തൊരാവശ്യം പറഞ്ഞാലും മെഹനാസ് അത് രാത്രി തന്നെ ആയാലും ആ സമയത്ത് തന്നെ പോയിട്ട് അതൊരു ഐസ്ക്രീം പോലെ ചെറിയ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പോലും തുറന്ന കടയിൽ എവിടെയാണോ ഉള്ളത് എന്ന് നോക്കി തനിക്ക് കൊണ്ടുതരുന്ന ആളാണ് മെഹനാസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെഹനാസ് പെട്ടെന്ന് വെറുപ്പ് പിടിക്കുന്ന ഒരു കഥാപാത്രമാണ്. എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ ആവും എന്നും അത് അവരുടെ ചാനൽ തന്നെ വന്ന് പറയുന്ന ഒരു വീഡിയോ കൂടി. എനിക്ക് ഞാനെടുക്കാൻ ആലോചിക്കലുണ്ട് എന്താക്കിട്ട് വേണം ഇത്ര ഇത്. കാരണം ഇപ്പൊ നിങ്ങളെല്ലാവരും വേണം പറഞ്ഞിട്ട് അവനെ കണ്ടാലറിയും ഫ്രോഡ് മറ്റത് മറിച്ചത്. നിങ്ങളില്ലേ മേനോട്ട് അടുത്തറിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഇതാവുന്നു. മേന ചൂടാവും. എന്തെങ്കിലും മീൻസ് മേന ഇഷ്ടമില്ലാത്ത കാണിച്ചാൽ മേന ദേഷ്യപ്പെടും. അത് എല്ലാ ഹസ്ബൻഡും അങ്ങനെ തന്നെ. ഇഷ്ടമില്ലാത്ത കാണിച്ചാൽ അവർ ചൂടാവും. പക്ഷെ എൻ്റെ ഒരു ഇതിൽ വന്നിട്ട് മേനും എനിക്ക് എന്ത് ഇഷ്ടമുണ്ടോ അതെല്ലാം വാങ്ങിച്ചേ. എനിക്കപ്പോൾ നല്ല വിഷമമുള്ളതുണ്ട്. കാരണം ഇങ്ങനെ കമന്റ്സ് വായിക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കലുണ്ട് പഠിച്ചവൻ എന്താക്കിയിട്ട് മേനത്തിന് അനുഭവിക്കുന്നത് ഉള്ളത് എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുള്ളതുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കണ്ണിൽ കാണുന്നേ
അപ്പൊ നമുക്കത് മനസ്സിലാവുള്ളൂ അവരെന്തോരം വിഷമിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞാലേ അതിപ്പോ ആ ഷോപ്പിലില്ലെങ്കിൽ എത്ര രാത്രി ആയാലും അത് അന്വേഷിക്കാൻ വേണ്ടിട്ട് എന്നെ കൂട്ടി പോകും. അപ്പൊ രാത്രി എനിക്ക് ഇങ്ങനെ ഐസ്ക്രീമില്ല ഇഷ്ടം. അപ്പൊ രാത്രി ഇപ്പൊ ഐസ്ക്രീം ചിലപ്പോ 1 മണിയൊക്കെ ആകുമ്പോ 12 മണിയൊക്കെ ആകുമ്പോ ചിലപ്പോ ഷോപ്പ് അടിച്ചിട്ട് എന്നാലും എവിടെയെങ്കിലൊക്കെ തപ്പി പിടിച്ചിട്ട് ആ ഷോപ്പ് കണ്ടുപിടിക്കും. എന്നിട്ട് എനിക്കത് വാങ്ങിച്ചു തരും. അപ്പൊ അതുകൂടി നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് തന്റെ സ്വന്തം കുട്ടിയെ എന്തുകൊണ്ട് മെഹനാസ് പോയി കാണുന്നില്ല, എന്തുകൊണ്ട് സഫ എന്ന് പറയുന്ന രണ്ടാം ഭാര്യയെ കുട്ടിയെ കൊണ്ട് കാണിക്കുന്നില്ല എന്ന രീതിയിലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച വ്യാപകമായി നടന്നിരുന്നു. അതിനെതിരെയും മെഹനാസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. തൻ്റെ കുട്ടിയെ തന്നെ കാണിക്കുന്നില്ല എന്നും താൻ ഒരുപാട് തവണ കുട്ടിയെ കാണാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നും അവിടുന്ന് ഒരുപാട് തല്ലും അതുപോലെ തന്നെ ഒരുപാട് കേസും എല്ലാ പ്രശ്നങ്ങളും തനിക്ക് എതിരെ വന്നത് കൊണ്ടാണ് താൻ ആ കുട്ടിയെ കാണാതിരിക്കുന്നത് എന്നും അതുപോലെ തന്നെ കേസ് നടത്താൻ തൻ്റെ വക്കൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് താൻ കേസുമായി മുന്നോട്ട് പോകാൻ തനിക്ക് സാധിക്കാത്തത് എന്നൊക്കെ മെഹനാസ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സ്വന്തം മകനെ കാണാൻ വേണ്ടി ഒരു 5000 രൂപ വക്കീലിന് ഫീസ് കൊടുക്കാൻ മാത്രം മെഹനാസിന് കയ്യിലില്ല എന്ന് പറയുന്നത് അത്ര വിശ്വസനീയമായ ഒരു കാര്യമൊന്നുമല്ല. എന്നാൽ തീർച്ചയായിട്ടും ഏതൊരു വാപ്പാക്കും, അത് എത്ര കുറനായാലും എത്ര നല്ല മനുഷ്യനായാലും, ഏതൊരു വാപ്പാക്കും തൻ്റെ മകനെ കാണാനുള്ള അവകാശം ഏതായാലും നിഷേധിക്കാൻ വേണ്ടി പറ്റുകയില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ കോടതി അത് വകവെച്ച് കൊടുക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. അതിനെക്കുറിച്ച് മെഹനാസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്. കുറെ കാലം ഞാൻ ഏത് സ്റ്റേജിലാണെന്നുള്ള അവർ മനസ്സിലാക്കിയില്ല. ഒന്ന് അതാണ് എനിക്കൊന്ന് ആ സമയത്ത് ഇവര് പറഞ്ഞു നടക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് ജോലിയായിട്ട് നടക്കുന്നു. ഭാര്യ ഹാപ്പിയായിട്ട് ജോലിയായിട്ട് നടന്നതെന്നെല്ലാം പിന്നെ 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 മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓരോരാളെ കൂട്ടിയിട്ടും ഇതാക്കിയിട്ടും അങ്ങനെ ഓരോ കഥ പിന്നെ ഓരോ പറയുന്ന കേട്ടോ നമുക്ക് പിന്നെ ഉറപ്പിക്കാൻ കഴിയില്ല. കുഞ്ഞിനെ കാണാനുള്ള ഒരുപാട് ശ്രമം നോക്കിയെങ്കിലും അങ്ങോട്ട് പോയെങ്കിലും അങ്ങനെ പല ഭീഷണി ഉണ്ടായിട്ട് ഒരു പേടി അങ്ങോട്ടേക്ക് പോകാൻ. കാരണം ഒന്നാമത് സാക്ഷികളെ കേസില്ല അല്ലേ. അപ്പൊ കോടതി തന്നെ പറയില്ലേ അവരെ സ്വാധീനിക്കാൻ പറ്റും. കുഞ്ഞിനെ വേണമെങ്കിൽ ഇനി കോടതി പോയിട്ട് എടുത്തോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണണ്ട, പിന്നെ കവറിന്റെ അടുത്ത് പോകരുത്, അവളെ പേര് പറയരുത്, കുഞ്ഞിന്റെ പേര് നീ സംസാരിക്കാൻ പാടില്ല, അപ്പോൾ എന്ത് സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ അങ്ങനെ പറയും. ഇത് ഏതായാലും ദൂരവ്യാപകമായ ചില പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ റിഫയ്ക്കെതിരെയാണ് മെഹനാസ് രംഗത്ത് വന്നിരിക്കുന്നത്. റിഫ എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ടാമത് ഒരു ലവർ ഉണ്ടായിരുന്നു എന്നും അവനാണ് ഈ പ്രശ്നത്തിന് എല്ലാം കാരണക്കാരനും എന്ന നിലയിലേക്കാണ് ഇപ്പോൾ മെഹനാസ് പ്രശ്നങ്ങളെ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സമൂഹത്തിലും തനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തനിക്കും ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് മെഹനാസ് എന്നാണ് മെഹനാസ് ഇന്നലെ ഒരു മഴവിൽ മനോരമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് നൽകിയ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റായ ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് താൻ എല്ലാം സഹിക്കുകയായിരുന്നു എന്നും താൻ ഇതുവരെ ആരോടും ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്നാണ് മെഹനാസ് പറയുന്നത്. എന്നാൽ മെഹനാസ് തന്നെ ആ മരണത്തിന് ശേഷം ലൈവ് വീഡിയോവുമായി തൻ്റെ റിഫ പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. അന്ന് എല്ലാവരും മെഹനാസിൻ്റെ ഒപ്പരം തന്നെ ആയിരുന്നു എന്ന് മെഹനാസ് മനസ്സിലാക്കണം. അതിനുശേഷമുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ആൾക്കാർ എല്ലാം മെഹനാസിന് എതിരായത്. തീർച്ചയായിട്ടും സാഹചര്യ തെളിവുകൾ എല്ലാം മെഹനാസിന് എതിരായിരുന്നു. അത് മെഹനാസ് മനസ്സിലാക്കേണ്ടതാണ്. അതിന് അവസാനം ആ കുട്ടി അദ്ദേഹത്തിൻ്റെ സഹോദരന് അയച്ച മെസ്സേജിലും പറയുന്നുണ്ട് മെഹനാസിൻ്റെ സ്വഭാവം ഇപ്പോൾ മാറിയിരിക്കുന്നു, മെഹനാസിൻ്റെ അടുത്ത സുഹൃത്ത് തന്നോട് ചില മോശപരമായ രീതിയിൽ പെരുമാറുന്നു എന്നിവരുള്ള ഓഡിയോ ക്ലിപ്പുകൾ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. അതിനെല്ലാം ശേഷമാണ് മെഹനാസ് ഒരു കുറ്റക്കാരൻ എന്ന നിലയിൽ സമൂഹം പെരുമാറുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വീഡിയോകൾ പ്രചരിക്കുകയും ചെയ്തത്. എന്നാൽ ഇതിനെല്ലാം തന്നെ ഒരു അന്ത്യം കുറിക്കണം എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് മെഹനാസ് ഇത്തരം ഒരു ഇൻ്റർവ്യൂ കൊടുത്തതും. തീർച്ചയായിട്ടും മെഹനാസും സഫയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് റിഫക്ക് മറ്റൊരു ഒരു ലവറുമായി കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു, അത് തനിക്ക് അത്ര ലൈക്കായില്ല എന്നും അതുകൊണ്ട് താൻ അവരോട് ദേഷ്യപ്പെട്ട് പെരുമാറിയിരുന്നു, എന്നാൽ അതും സഹിക്കാൻ അതും ക്ഷമിക്കാൻ താൻ തയ്യാറായിരുന്നു എന്നാണ് മെഹനാസ് പറയുന്നത്. എന്നാൽ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഇന്ന് നമ്മുടെ മുന്നിൽ റിഫ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇല്ല. അവൾ നമ്മോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനെ ഉത്തരം നൽകാൻ വേണ്ടി മറ്റൊരു ലോകത്തേക്ക് യാത്ര പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവൾക്ക് കവറിൽ എല്ലാവിധ സുഖങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ മെഹനാസ് ഇപ്പോൾ വന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും അത്രയ്ക്കൊന്നും ഒരു വിശ്വാസയോഗ്യമായ ഒരു കാര്യമായി ആരും തന്നെ എടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്തരം രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് മെഹനാസിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴായി ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ മരണത്തിന് ശേഷം
ഈ കുട്ടിയെ പുതിയ സഫ എന്ന് പറയുന്ന കുട്ടിയെ കല്യാണം കഴിച്ചതിന് ശേഷം മെയ് മാസത്തിന് ശേഷം ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ മെഹനാസ് ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന് ഒരു സ്റ്റോറി പങ്കുവെക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം മെഹനാസ് തന്നെ പറയുന്നു, തനിക്ക് ഇംഗ്ലീഷിൽ അത്ര വൈദഗ്ധ്യമില്ലാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ്, ഞാനും എൻ്റെ മോനും സെപ്പറേറ്റഡ് ആണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വരെ സോഷ്യൽ മീഡിയയിൽ വന്ന് വളരെ ലുക്കിലായി പറയുന്ന ഒരാളാണ് നമ്മുടെ മെഹനാസ്. തീർച്ചയായിട്ടും അവരുടെ ദാമ്പത്യ ജീവിതം തകരാതെ സുഖമായി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. എന്നാൽ റിഫയുടെ മരണത്തിൽ മെഹനാസിൻ്റെ പങ്ക് തീർച്ചയായിട്ടും പോലീസ് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലുള്ള സത്യങ്ങൾ ഏതാനും മാസങ്ങളോ ഏതാനോ ദിവസങ്ങളോ കൊണ്ട് ഏതായാലും വെളിച്ചത്ത് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരം സംശയം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ കുട്ടിയെ രണ്ടാമതും ആ കബറ് മാന്തിയതിനു ശേഷം രണ്ടാമത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പോസ്കോ കേസ് നമ്മുടെ മെഹനാസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം 16 വയസ്സോ 17 വയസ്സോ ഉള്ള സമയത്താണ് ഇറിഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്. അതിനുശേഷം അവരുടെ ഒപ്പം ദാമ്പത്യം അധികം മുന്നോട്ട് പോകാൻ വേണ്ടി മെഹനാസിന് സാധിച്ചിരുന്നില്ല. അതൊരു മരണത്തിലാണ് കലാശിച്ചത്. ഇനിയും ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്ത പുതിയ നല്ലൊരു ജീവിതവുമായി സഫിയയുമായി മുന്നോട്ട് പോകാൻ മെഹനാസിന് സാധിക്കട്ടെ. എന്നാൽ മെഹനാസ് ഇന്ന് പുറത്തുവിട്ട ഈ വിവരങ്ങളുമായി ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ വരും വരായികകളും എല്ലാം മെഹനാസ് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം മെഹനാസ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോവുമായി തീർച്ചയായും നമ്മൾ വരുന്നതായിരിക്കും. ഒരുപാട് വീഡിയോ ലോങ്ങായി പോയത് കൊണ്ടാണ് നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് അത് മാറ്റിവെക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.